ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ്. നമുക്കറിയാം LGS, LDC തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഘടന നയമനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? ഇവിടെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 4 കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. 1, ബാങ്ക് ദേശസാൽക്കരണം. 2, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം. 3, 500,000 നോട്ടുകളുടെ നിരോധനം. ഭൂപരിഷ്കരണം. അങ്ങനെ 4 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിനെ കാലഗണന നയമനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏതെന്ന് കണ്ടെത്തുക. നമുക്ക് നോക്കാം. അപ്പോ ആദ്യം നടന്നതനുസരിച്ച് നമുക്കറിയാം ഏറ്റവും ആദ്യം നടന്നേക്കുന്നത് ഏതായിരിക്കും? ആസൂത്രണ കമ്മീഷൻ ആയിരിക്കും, അല്ലേ? ഇതാണ് ഫസ്റ്റ്. രണ്ടാമത് ഏതായിരിക്കും? രണ്ടാമത് ഭൂപരിഷ്കരണമാണ്. മൂന്നാമത് ബാങ്ക് ദേശസാൽക്കരണം. അവസാനമാണ് 500,000 നോട്ടുകളുടെ നിരോധനം. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ നോക്കാം. രണ്ടാമതാണ് ഫസ്റ്റ് വന്നേക്കുന്നത്, അതുപോലെ 4-മതാണ് രണ്ടാമത്തത്. ഏതായിരിക്കും? ഓപ്ഷൻ ഡി. അപ്പോ ആദ്യത്തേതാണ് ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം, രണ്ടാമത്തേത് ഭൂപരിഷ്കരണം, മൂന്നാമത്തേത് ബാങ്ക് ദേശസാൽക്കരണം, 4-മത്തേത് 500,000 നോട്ടുകളുടെ നിരോധനം. ക്ലിയർ ആണോ? ഇതിൽ ബാങ്ക് ദേശസാൽക്കരണം 2 ഘട്ടങ്ങളായിട്ട് നടന്നിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ 500,000 നോട്ടുകളുടെ നിരോധനം 3 തവണ ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചിട്ടുണ്ട്. ഏതൊക്കെ വന്നു? 1 1946, 1978, പിന്നെ 2016. ഈ 3 ടൈം പീരീഡിലാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടന്നിട്ടുള്ളത്. ഇതിൽ തന്നെ സ്വാതന്ത്ര്യ ശേഷം നോട്ട് നിരോധനം നടന്നത് ഏതൊക്കെ തവണയാണ്? 1978-ലും 2016-ലും. ക്ലിയർ ആണോ? ഇനി അടുത്ത ചോദ്യം: നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ച് അതിൽ ശരിയായി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ശരിയാണത്. രണ്ടാമത്തെ പ്രസ്താവന: രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്തു നടപ്പിലാക്കി. ശരിയാണ്, അല്ലെ? രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്, അല്ലേ? അപ്പോ ഇതും ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്, അല്ലേ? നമുക്ക് ശരിയല്ലേ പറഞ്ഞത്? 1ഉം 2ഉം ശരിയാണ്. ഓൾറെഡി പ്രസ്താവന 1ഉം 2ഉം എന്താണ്? ശരിയാണ്. അതുപോലെ തന്നെ പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. ശരിയാണ്. ഈ മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവനയുടെ വിശദീകരണമാണ് പ്രസ്താവന 2. അപ്പൊ വേറെ ഓപ്ഷൻസ് നോക്കണോ? വേണ്ട. ഓപ്ഷൻ ഏതായിരിക്കും? എ കറക്റ്റ് ആൻസർ ആണ്. ക്ലിയർ ആണോ? അടുത്തത്: നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഈ ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻസ് കണ്ടെത്തുക. അതായത് ചേരുംപടി ചേർക്കുക. നോക്കാം നമുക്ക്. അടൽ ഇന്നോവേഷൻ മിഷൻ. രണ്ടാമത്തെ മെത്തനോൾ സമ്പദ്ഘടന. മൂന്നാമത്തത് സഹകരണ ഫെഡറലിസം. 4-മത്തത് ശൂന്യ ക്യാമ്പയിൻ. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ഒന്നാമത്തെ എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ചു വായു മലിനീകരണം കുറക്കുക. ബി സംരംഭകത്വം
നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. സി. എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക. ഡി. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുക. ഓക്കെ, ഏതൊക്കെയാണ് ഓപ്ഷൻസ്? അടൽ ഇന്നോവേഷൻ നമുക്കറിയാം അല്ലേ? അടൽ ഇന്നോവേഷൻ ഏതാണ്? സംരംഭമാണ്. അപ്പോ രണ്ടേതാണ്? 2B ആണ്. ഇനി സോറി 2 അല്ല 1B ആണ്. ഏതാണ്? 1 B. അടൽ ഏതാണ്? സംരംഭമാണ്. ഇനി മെത്തനോൾ സമ്പദ്ഘടന. മെത്തനോൾ എണ്ണ നോക്കാം. മെത്തനോൾ ഏതാണ് ചെയ്തിരിക്കുന്നു? എണ്ണ ഇറക്കുമതി. അപ്പോ 1B ആണ്. 2C വന്നേക്കുന്നത് നോക്കാം. 1B 2C. ഇനി 3 ഏതാണ്? സഹകരണ ഫെഡറലിസം. സഹകരണ ഫെഡറലിസം ഏതായിരിക്കും? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനമായിരിക്കും. 3 ഏതാണ്? D ആണ്. 4 ഏതായിരിക്കും? ഓട്ടോമാറ്റിക്കലി A ആയിരിക്കും. 4 ഏതാണ്? ശൂന്യ ക്യാമ്പയിൻ ഏതാണ്? ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ചു വായു മലിനീകരണം കുറയ്ക്കുക. ഓപ്ഷൻ ഏതായിരിക്കും? സി. ക്ലിയർ ആണോ? അപ്പോ ഒന്നാമത്തേതാണ് അടൽ ഇന്നോവേഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംരംഭകത്വം, നവീന ആശയങ്ങൾ, ഇന്നോവേഷൻ ആശയങ്ങൾ പുതിയതായിട്ട് ചെയ്യുക ബിസിനസ്. ഇനി മെത്തനോൾ ഏതാണ്? എണ്ണ ഇറക്കുമതി. സഹകരണ ഫെഡറലിസം ഏതാണ്? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ ഏതാണ്? ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ചു വായു മലിനീകരണം കുറക്കുക. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നമുക്കറിയാം ന്യൂ എക്കണോമിക് പോളിസി ഇൻ 1991. 1991 ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ എക്കണോമിക് പോളിസി കൊണ്ടുവന്നു. ഏതൊക്കെയാണ്? LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായത് കണ്ടെത്താൻ പറഞ്ഞേക്കണം. ശരിയായത് ട്ടാ നോക്കാം. ശരിയായതാണ് കണ്ടെത്തേണ്ടത്. 1. സ്വാശ്രയം പ്രോത്സാഹിപ്പിച്ചു വിദേശ സഹായം പരമാവധി കുറക്കുക. വിദേശ സഹായം കുറക്കുക. ശരിയാണോ അത്? അല്ല, അത് തെറ്റാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ചു ആഗോള കമ്പോളവുമായി സംയോജിപ്പിച്ചു. ശരിയാണ്, ഉദാരവൽക്കരിച്ചല്ലേ? ശരിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു. ശരിയാണ്, പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നു. ഇറക്കുമതി പരമാവധി കുറച്ചു തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഇറക്കുമതി കുറച്ചു ഇമ്പോർട്ട് ഇല്ല. തെറ്റാണ്. ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉമാണ് ശരി. നോക്കാം. പ്രസ്താവന 2ഉം 3ഉം നോക്കാം. 1, 2 ശരിയല്ല. ഓപ്ഷൻ ഡി 2ഉം 3ഉം ശരിയാണ്. പ്രസ്താവനകൾ 1ഉം 4ഉം ശരിയല്ല. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചാണ് അടുത്ത ചോദ്യം. നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ വസ്തുത: ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ കറക്റ്റ് ആണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയോ? ഇല്ല. കരട് രൂപത്തിൽ സമർപ്പിക്കാൻ വേണ്ടി, കരട് രൂപം സമർപ്പിക്കാൻ വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തത്. അപ്പൊ തെറ്റാണ്. മൂന്നാമത്തേത് 7 അംഗങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. ശരിയാണ്. എത്ര അംഗങ്ങളായിരുന്നു? 7 അംഗങ്ങളായിരുന്നു. മൂന്നാമത് ശരിയാണ്. നാലാമത്തത് 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. ശരിയാണോ? എല്ലാം തെറ്റാണ്. 1947 ഓഗസ്റ്റ് 29 രൂപീകരിച്ചത്. അപ്പോ തെറ്റാണ്. ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉം. ഏതാണ് ഓപ്ഷൻ എ? 1ഉം 3ഉം. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? അതായത് സാർവത്രിക വോട്ടവകാശവും മത്സരിക്കാനുള്ള അവകാശവും തമ്മിലുള്ള ശരിയായത് അനുയോജ്യമായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനുയോജ്യമായത് ഏതാണെന്ന് നോക്കാം. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ,
നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത്? വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ശരിയാണോ? ശരിയാണ്. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു. ശരിയാണോ? വകുപ്പ് 331 ആണോ? അല്ല. എത്രയാണ് വകുപ്പ്? 326 തെറ്റാണ്. ഇനി മൂന്നാമത് 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. ശരിയാണോ? ശരിയാണ്. 1989 അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. ആരാണ്? രാജീവ് ഗാന്ധി ആയിരുന്നു കേട്ടോ. ഇനി നാലാമത്തത് 1989 62 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. ശരിയാണോ? തെറ്റാണ്. 61 ഏതൊക്കെയാണ്? ഒന്നാമത്തെയും മൂന്നാമത്തെയും. 1ഉം 3ഉമാണ് ശരി. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. ഇതിനെ കുറിച്ചാണ്. രാജ്യസഭ കേട്ടോ. നമുക്കറിയാം 2 സഭകളാണ്, ഒന്ന് രാജ്യസഭയും മറ്റൊന്ന് ലോക്സഭയും. അതില് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായത് മാത്രം നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ശരിയാണോ? ശരിയാണ്. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ആരിലേക്ക് വിടണം? രാജ്യസഭയിലേക്ക് വിടണം. അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ക്ലിയർ ആണോ? രണ്ടാമത്തത്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. വേണ്ടേ? രാജ്യസഭയുടെ അംഗീകാരം വേണം. അതായത് നമ്മുടെ സംസ്ഥാന പട്ടികയിലുള്ള വിഷയങ്ങൾ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം വേണം. അപ്പൊ രണ്ടാമത്തതും ശരിയാണ്. ഇനി മൂന്നാമത്തത്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. തെറ്റാണത്. അടുത്തത്, സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. ഉണ്ടോ? ഇല്ല. തെറ്റാണ്. ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉമാണ് ശരി. ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരി. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ ഘടനയെ കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏത്? എന്നതിനെ കുറിച്ചാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഘടനയെ കുറിച്ചുള്ള ഉചിതമായത് ശരിയായത് ഏതൊക്കെയാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്. നമുക്കത് എടുക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ പോയി. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എടുക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കാം. ഇപ്പോഴത്തെ കേന്ദ്ര യുവജന കായിക മന്ത്രി, ഇപ്പോഴത്തെ കേന്ദ്ര യുവജന കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ മൻസുഖ് മാണ്ഡവ്യ, ശ്രീ ജി കിഷൻ റെഡ്ഡി, ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ, ശ്രീ ഭൂപേന്ദർ യാദവ്. ആരാണ്? സിമ്പിൾ ആണ് അല്ലേ? ഒന്നാമത്തത് മൻസുഖ് മാണ്ഡവ്യ. ഏതാണ്? ഓപ്ഷൻ സി. ഏതാണ്? ഓപ്ഷൻ സി. മൻസുഖ് മാണ്ഡവ്യ ഏത് വർഷം മുതലാണ്? 2024 മുതൽ. 2024 ലോക്സഭ ഇലക്ഷന് ശേഷമാണ് മൻസുഖ് മാണ്ഡവ്യ ചുമതല ഏറ്റെടുത്തത്. എത്രാമത്തെ ഇലക്ഷൻ ആയിരുന്നു? 18ാമത്തെ ലോക്സഭ ഇലക്ഷൻ ആയിരുന്നു. എത്രാമത്തെയാണ്? 18ാമത്തെ ലോക്സഭ ഇലക്ഷൻ ആയിരുന്നു. ആരാണ് പ്രധാനമന്ത്രി? നരേന്ദ്രമോദിയാണ്. 2 അലയൻസ് ആയിരുന്നു, അറിയാലോ. NDA ഇന്ത്യ. 2 അലയൻസ് ആണ്. NDA എന്ന് പറയുന്ന അലയൻസും അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന അലയൻസും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? നമ്മുടെ രാഷ്ട്രപതിയെ കുറിച്ചുള്ളതാണ്. എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 15ാമത്തെ പ്രസിഡന്റ്. ശരിയാണോ? ശരിയാണ്. 15ാമത്തെ പ്രസിഡന്റ് ആണ്. 2 14ാമത്തെ പ്രസിഡന്റ് അല്ല. 3 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചു. 4ാമത്തത് 2015 മുതൽ 21 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏതാണ് ശരി? 3ാമത്തതാണ് ശരി. 4 തെറ്റാണ്. എവിടെയാണ് സേവനമനുഷ്ഠിച്ചത്?
ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണറാണ്. വനിതാ ഗവർണർ. ക്ലിയർ ആണോ? അതുപോലെ ഇന്ത്യയിലെ രണ്ടാമത് വനിതാ ഗവർണറാണ്. ഇന്ത്യയിലെ രണ്ടാം വനിതാ ഗവർണർ ഇന്ത്യയില. ക്ലിയർ ആണോ? ഇന്ത്യ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണറാണ്. 64 വയസ്സായിരുന്നു. 64 വയസ്സ്. അതുപോലെ തന്നെ ദ്രൗപദി മുർമുവിന്റെ വിഭാഗം, ഗോത്ര വിഭാഗം ഏതാണ്? സാന്താൾ. ഏതാണ്? സാന്താൾ വിഭാഗത്തിലുള്ള ഗവർണറാണ് ദ്രൗപദി മുർമു. അപ്പൊ ദ്രൗപദി മുർമുവിനെ കുറിച്ചുള്ള 2 കാര്യങ്ങളാണ് ശരി. 1ഉം 3ഉം. ഓപ്ഷൻ ഏതാണ്? 1ഉം 3ഉം. ഓപ്ഷൻ ഏതാണ്? 1ഉം 3ഉം. എവിടെയൊക്കെയാണ്? 15ാമത്തെ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു. ഏത് വർഷമാണ്? 2015 to 2021. അവിടെ വനിതാ ഗവർണർ, ആദ്യത്തെ വനിതാ ഗവർണറാണ് ജാർഖണ്ഡിലെ. ഇന്ത്യയിലെ രണ്ടാം വനിതാ ഗവർണറാണ്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ഗവർണറാണ്. സാന്താൾ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ ഗവർണറാണ്. സാന്താൾ വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി പ്രസിഡന്റ് ആണ്. ക്ലിയർ ആണോ? ജാർഖണ്ഡിലെ വനിതാ ഗവർണറും ഇന്ത്യയിലെ രണ്ടാം വനിതാ പ്രസിഡന്റുമാണ്. പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത് തെറ്റുപോയതുകൊണ്ട് വനിതാ പ്രസിഡന്റ് ആണ്. പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞത് 64. അതുപോലെ സാന്താൾ വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? ആരാണ്? അബ്ദുൽ ഫത്താഹ് അൽ സിസി. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് വന്നേക്കുന്നത് ആരാണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്, ഇറാഖ്, അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക. ഏതായിരുന്നു? അറബാണ്. ഏതാണ്? അറബ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇനി സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ആർക്കാണ് നൽകി വരുന്നത്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസം, കുഷ്ഠരോഗികൾക്കുള്ള ധനസഹായം, പ്രമേഹബാധിത കുട്ടികൾക്കുള്ള ധനസഹായം, സിക്കിൾ സെൽ അനീമിയ രോഗികൾക്കുള്ള ധനസഹായം. ഏതാണ്? സ്നേഹസാന്ത്വനം ആർക്കാണ് നൽകുന്നത്? സ്നേഹസാന്ത്വനം നൽകുന്നത് ആർക്കാണ്? ഒന്നാമത്തത്. ഏതാണ്? എൻഡോസൾഫാൻ ബാധിതർ. ഏതാണ്? എൻഡോസൾഫാൻ ബാധിതർ. ഓപ്ഷൻ എ. എൻഡോസൾഫാൻ ബാധിതർക്കും അതുപോലെ കിടപ്പിലായവർക്കും വികലാംഗർക്കും നൽകി വരുന്ന ധനസഹായമാണ് സ്നേഹസാന്ത്വനം പദ്ധതി. 2010 ഡിസംബർ മുതലാണ് സ്നേഹസാന്ത്വനം പദ്ധതി നടപ്പിലാക്കുന്നത്. 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 2000 രൂപയും 8 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് 3000 രൂപയും +1 +2 കുട്ടികൾക്ക് 4000 രൂപയുമാണ് ബഡ്ജറ്റ് സ്കൂൾ മുഖാന്തരം നൽകി വരുന്ന ധനസഹായം. ക്ലിയർ ആണോ? അപ്പോ സ്നേഹസാന്ത്വന പദ്ധതി എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ്. കിടപ്പിലായവർക്കും വികലാംഗർക്കും ഇതെന്ത് നൽകി വരുന്നുണ്ട്? എൻഡോസൾഫാൻ ബാധിതരിൽ അതിൽ തന്നെ കിടപ്പിലായവർക്കും വികലാംഗർക്കും നൽകും. 2010 ഡിസംബർ മുതലാണ് ധനസഹായം നൽകുന്നത്. കുട്ടികളിൽ 1 മുതൽ 7ാം ക്ലാസ് വരെ 2000 രൂപയും 8 മുതൽ 10 വരെ 3000 രൂപയും +1 +2 കുട്ടികൾക്ക് 4000 രൂപയുമാണ് ധനസഹായം നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 2012 പോസ്കോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. പോസ്കോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം. ശരിയാണോ? ശരിയാണ്. 2. പോസ്കോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. ശരിയാണ്. അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം? വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം. 3. പോസ്കോ കേസുകളിൽ കുട്ടികളുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. ശരിയാണ്. യൂണിഫോം ഇട്ട് പോകേണ്ട ഒരു കാര്യമില്ല. 4. പോസ്കോ കേസുകളിൽ കുട്ടികളുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കണം. വേണ്ട, ഔദ്യോഗിക വേഷം വേണ്ട. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1 ശരിയാണ്, 2 ശരിയാണ്, 3. ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം മാത്രം
ശരി, ക്ലിയർ ആണോ? അപ്പൊ പോസ്കോ കേസിൽ പ്രത്യേക എന്താണ് സൗഹാർദ്ദ പ്രത്യേക കോടതികൾ വേണം. അതുപോലെ ഉടനടി തന്നെ എന്ത് ചെയ്യണം? കുട്ടികളുടെ അടിയന്തര വൈദ്യ പരിശോധന നടപ്പിലാക്കണം. പോസ്കോ കേസുകളിൽ കുട്ടികളുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കണമെന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന നോക്കാം. വാത്സല്യനിധി ഒന്ന്, പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. ആരാണ്? പട്ടികജാതി. ശരിയാണോ? ശരിയാണ്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി 1 ലക്ഷം വരെ വരുമാന പദ്ധതിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് വാത്സല്യനിധി. ഇനി OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായമാണോ? അല്ല. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. ശരിയാണല്ലോ. ആരൊക്കെയാണത്? പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? വാത്സല്യനിധി പദ്ധതി നടപ്പിലാക്കുന്നത്. അമ്മത്തൊട്ടിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം. തെറ്റാണ്. ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉം. ഓപ്ഷൻ ഡി 1ഉം 3ഉം. ഇതിൽ തന്നെ ഒന്നുണ്ട്, വിജ്ഞാനവാടി ആണ്. വിജ്ഞാനവാടി ഇത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അതുപോലെ യുവജനങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി ധനസഹായവും അവരുടെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ നൽകുന്നതിനുള്ള കേന്ദ്രങ്ങൾ, അതിനാണ് വിജ്ഞാനവാടി എന്ന് പറയുന്നത്. വാത്സല്യനിധി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണ്?